നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയാണ് കാനറ ബാങ്കിൽ നടന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കർണാടകയിലെ വിജയപുരയിലുള്ള കാനറ ബാങ്കിൽ നിന്നാണ് 52 കോടി രൂപയുടെ സ്വർണം കൊള്ളയടിച്ചത്. മെയ് 23-നാണ് സംഭവം നടന്നതെന്നാണ് വിവരം. വിജയപുരയിലെ മനക്കുളിയിലുള്ള കാനറ ബാങ്ക് ശാഖയിലാണ് ഈ വലിയ മോഷണം നടന്നത്. 3 പേർ ചേർന്നാണ് ബാങ്കിൽ നിന്ന് 51 കിലോഗ്രാം സ്വർണം കടത്തിയത്. പ്രതികളെ പിടികൂടാൻ 8 സംഘങ്ങളെ രൂപീകരിച്ചിട്ടുണ്ട്. മോഷണത്തിൽ 8ഓളം പേർ പങ്കാളികളാണെന്നാണ് സംശയിക്കുന്നതെന്നും പോലീസ് പറയുന്നു. മോഷണം വളരെ ആസൂത്രിതമായി തന്നെയാണ് നടത്തിയതെന്ന് വിജയപുര പോലീസ് പറയുന്നുണ്ട്. 4-ാം ശനിയും ഞായറാഴ്ചയും വരുന്നത് കാത്തിരിക്കുകയായിരുന്നു ഈ മോഷ്ടാക്കൾ. തുടർച്ചയായ ഈ 2 ദിവസത്തെ അവധിയുടെ മറയിലാണ് ഈ കൊള്ള നടത്തിയത്. കള്ളത്താക്കോൽ ഉപയോഗിച്ച് ബാങ്കിനകത്ത് കടന്ന മോഷ്ടാക്കൾ അലാറവും അവിടുത്തെ CCTV ക്യാമറകളും ഓഫാക്കുകയായിരുന്നു. നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡറും അവർ എടുത്തുകൊണ്ടുപോയി. ബാങ്ക് ലോക്കറുകൾ മാത്രമാണ് ഇവർ ഉന്നം വെച്ചത്. ഈ കൊള്ള നടത്തിയ ശേഷം ഒരു കറുത്ത പാവയും മോഷ്ടാക്കൾ അവിടെ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ആഭിചാര ക്രിയകൾ അനുഷ്ഠിച്ചതിന്റെ സൂചനയാണ് ഈ പാവയെന്നാണ് പോലീസ് പറയുന്നത്. കർണാടകയിൽ ഇതിനു മുമ്പും വലിയ ബാങ്ക് കൊള്ള നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ ദേവനഗരി ജില്ലയിലെ സ്വാമതി പട്ടണത്തുള്ള SBI ശാഖയിൽ നിന്ന് 13 കോടി രൂപ മൂല്യമുള്ള സ്വർണ്ണമാണ് കളവ് പോയത്. ജനുവരിയിൽ മാംഗ്ലൂരെ വ്യവസായ സഹകാരി സംഘബാങ്കിൽ നിന്നും 12 കോടിയുടെ സ്വർണവും മോഷണം പോയിരുന്നു. തിങ്കളാഴ്ച രാവിലെ ഒരു ക്ലീനിംഗ് സ്റ്റാഫാണ് ഈ കവർച്ച നടന്ന വിവരം ആദ്യം അറിയുന്നത്. മെയ് 26-ന് മാങ്കോടിയിലെ കാനറ ബാങ്കിന്റെ മാനേജർ ഇത് സംബന്ധിച്ച് പരാതി നൽകി. മെയ് 24-ന് 4-ാമത്തെ ശനിയാഴ്ച ബാങ്ക് പൂട്ടിയിരുന്നു. 25-ന് പാർട്ട് ടൈം സ്വീപ്പർ വൃത്തിയാക്കാൻ വന്നപ്പോൾ ഷട്ടർ ലോക്ക് തകർത്തതായി കണ്ടെത്തി. തുടർന്ന് ഇക്കാര്യം ബന്ധപ്പെട്ടവരെ അറിയിക്കുകയായിരുന്നു. കണക്കുകളും രേഖകളും നോക്കിയപ്പോൾ 50 കിലോയിൽ കൂടുതൽ സ്വർണം മോഷണം പോയതായി കണ്ടെത്തിയിട്ടുണ്ട്. എറണാകുളം, ഹുബ്ബള്ളി തുടങ്ങിയ അയൽ ജില്ലകളിൽ നിന്നുള്ള ആളുകളും വായ്പക്കായി ഈ ശാഖയിൽ സ്വർണം പണയം വെച്ചിരുന്നു എന്നാണ് കാനറ ബാങ്കിന്റെ ഉപഭോക്താവായ ശിവാനഗൌഡ പറയുന്നത്. ഈ മോഷ്ടാക്കളുടെ സംഘത്തിൽ 8 പേരെ അംഗങ്ങൾ ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. വ്യാജ താക്കോൽ ഉപയോഗിച്ചാണ് ഇവർ ലോക്കർ തുറന്നത്. 2 ദിവസം ബാങ്കിൽ നിരീക്ഷണം നടത്തിയ ശേഷമാണ് അതിക്രമിച്ചു കയറി കവർച്ച നടത്തിയത്. അക്രമികൾ പ്രധാന പ്രവേശന കവാടത്തിലൂടെ തന്നെയാണ് അകത്ത് കയറിയത്. കൂടുതൽ സ്വർണവും പണവും അടങ്ങുന്ന മറ്റൊരു ലോക്കർ കൂടി സമീപത്തുണ്ടായിരുന്നുവെങ്കിലും അത് മോഷ്ടാക്കൾ തുറക്കാൻ ശ്രമിച്ചിട്ടില്ല. ബാങ്കിന്റെ അകത്തുള്ള എല്ലാ സജ്ജീകരണത്തെക്കുറിച്ചും ഈ കള്ളന്മാർക്ക് അറിവുണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. പോലീസിന്റെ അന്വേഷണം വഴിതിരിച്ചു വിടാൻ വേണ്ടി കവർച്ചക്കാർ ഒരു കറുത്ത പാവയെ ജനലിന്റെ അരികിൽ വെച്ചതായും ഇത് ദുർമന്ത്രവാദ പ്രവർത്തനങ്ങളുടെ സൂചന നൽകുന്നതായും റിപ്പോർട്ടുണ്ട്. മന്ത്രവാദത്തിനും ആഭിചാരത്തിനും പങ്കുണ്ടെന്ന പ്രതീതി സൃഷ്ടിച്ച് കേസിന്റെ പുരോഗതി വൈകിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ഇതെന്ന് പോലീസ് പറയുന്നു. എല്ലാ കോണുകളിൽ നിന്നുമുള്ള അന്വേഷണം നടക്കുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇതിനുവേണ്ടി മാത്രം 8 സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഇതേപോലെ കേരളത്തെ ഞെട്ടിച്ച ഒന്നാണ് ചേലേമ്പ്ര ബാങ്ക് കവർച്ച. 2007 ഡിസംബർ 30-ന് രാത്രിയായിരുന്നു മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയായ ചേലേമ്പ്രയിലെ സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്കിൽ വലിയ കവർച്ച നടന്നത്. 1-ാം നിലയിൽ പ്രവർത്തിച്ചിരുന്ന ബാങ്കിന് താഴെ ഹോട്ടൽ തുടങ്ങാനെന്ന പേരിൽ വാടകയ്ക്കെടുത്തായിരുന്നു ഈ കവർച്ച നടത്തിയത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മറവിൽ കോൺക്രീറ്റ് തുറന്ന് ബാങ്കിന്റെ ലോക്കർ റൂമിലേക്ക് കയറിയായിരുന്നു അന്ന് മോഷണം നടത്തിയത്. സൂപ്പർ ഹിറ്റ് ബോളിവുഡ് സിനിമ ധൂമിനെ അനുകരിച്ച ആ കവർച്ച പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്ക് കവർച്ചയായി രേഖപ്പെടുത്തി. 8 കോടി രൂപയും 80 കിലോ സ്വർണവുമായിരുന്നു അന്ന് നഷ്ടപ്പെട്ടത്. 2 മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിൽ പ്രതികളെ പിടികൂടിയപ്പോൾ രാജ്യം കണ്ടത് കേരള പോലീസിന്റെ അന്വേഷണ മികവ് കൂടിയായിരുന്നു. ജോസഫ് എന്ന ബാബുവും ഒരു സ്ത്രീയും ഉൾപ്പെടെ 3-അംഗ സംഘമായിരുന്നു ആ കവർച്ചയ്ക്ക് പിന്നിൽ. പ്രാദേശിക കവർച്ച സംഘങ്ങൾ മുതൽ മാവോയിസ്റ്റുകൾ വരെ അന്ന് അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നിരുന്നു. ബാങ്കിനുള്ളിൽ എഴുതി വെച്ച ജയ് മാവോ എന്ന വാചകമായിരുന്നു അതിന് കാരണം. ഹൈദരാബാദിലെ ഹോട്ടലിൽ മോഷ്ടിച്ച സ്വർണത്തിന്റെ ഒരു പങ്ക് ഉപേക്ഷിച്ചും ഈ കവർച്ചാ സംഘം ഈ വാദത്തിന് ശക്തി കൂട്ടിയിരുന്നു. അന്വേഷണത്തെ വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ഇതെന്ന് പിന്നീട് മനസ്സിലായി. അന്ന് 80 കിലോ സ്വർണം മോഷ്ടിച്ചെങ്കിലും സ്വർണത്തിന് വിലക്കുറവായതുകൊണ്ട് മൂല്യം വെച്ച് നോക്കിയാൽ ഇപ്പോഴത്തെ കവർച്ച അതിനെ കടത്തിവിട്ടുന്നതാണ്. അന്ന് മാവോ ബന്ധം സൃഷ്ടിക്കാൻ പ്രതികൾ ശ്രമിച്ചതുപോലെയാണ് ഇപ്പോൾ ഒരു കറുത്ത പാവയെ വെച്ച് ആഭിചാരത്തിന്റെ സൂചനകൾ ഈ മോഷ്ടാക്കളുടെ സംഘവും നൽകുന്നത്.